നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഡൽഹി മദ്യനയ കേസിൽ മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയ്ക്ക് ജാമ്യം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത് 17 മാസത്തിന് ശേഷമാണ് സിസോദിയയ്ക്ക് ജാമ്യം ലഭിക്കുന്നത്. സുപ്രീം കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. CBIയും EDയും രജിസ്റ്റർ ചെയ്ത മദ്യനയ കേസുകളിൽ വിചാരണ ആരംഭിക്കുന്നതിലെ കാലതാമസം പരിഗണിച്ചാണ് സിസോദിയയ്ക്ക് കോടതി ജാമ്യം അനുവദിച്ചത്. സിസോദിയ സമർപ്പിച്ച ജാമ്യ അപേക്ഷയിലാണ് ഉത്തരവ്. വിചാരണ വേഗത്തിൽ നടത്താനുള്ള തടവ് പുള്ളിയുടെ അവകാശം ലംഘിക്കപ്പെട്ടുവെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. ഓരോ ആവശ്യങ്ങളുമായി കോടതിയെ സമീപിച്ച് സിസോദിയ വിചാരണ അനന്തമായി നീട്ടിക്കൊണ്ടു പോകുന്നുവെന്ന വിചാരണ കോടതിയുടെ പരാമർശത്തെയും സുപ്രീം കോടതി രൂക്ഷമായി വിമർശിച്ചു. 493 സാക്ഷികളുള്ള കേസിൽ വിചാരണ സമീപകാലത്തൊന്നും അവസാനിക്കാൻ പോകുന്നില്ലെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. മനീഷ് സിസോദിയയ്ക്ക് സമൂഹത്തിൽ ആഴത്തിലുള്ള ബന്ധങ്ങളുണ്ടെന്നും അതിനാൽ അദ്ദേഹം ഒളിച്ചോടാൻ പോകുന്നില്ലെന്നും കോടതി വ്യക്തമാക്കി. എന്നിരുന്നാലും വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. 2 ആൾജാമ്യവും 10 ലക്ഷം രൂപ കെട്ടിവെക്കാനും പാസ്പോർട്ട് സമർപ്പിക്കാനും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ ആഴ്ചയിൽ 2 തവണ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരാകാനും കോടതി നിർദ്ദേശിച്ചു. തെളിവുകൾ നശിപ്പിക്കാനോ സാക്ഷികളെ സ്വാധീനിക്കാനോ ശ്രമിക്കരുതെന്നും നിർദ്ദേശമുണ്ട്.